സുഭാഷിതം. ആധുനിക മനുഷ്യർ സുഖലോലുപതയിൽ ആമഗ്നരായി അർമാദിച്ച് ജീവിക്കുമ്പോഴും അന്തരംഗത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നതായി പരിതപിക്കാറുണ്ട്. ദ്രവ്യപരമായി സമ്പാദിച്ചു കൂട്ടിയതൊന്നും ആ ശൂന്യതയെ തുടച്ചു നീക്കുന്നില്ല. ആത്മീയതയിൽ അഭയം തേടാമെന്ന് കരുതി ദേവാലയങ്ങളിൽ ഭജനയിരിക്കുന്നു, ഭണ്ഡാരത്തിൽ നോട്ടുകെട്ടുകൾ ഇടുന്നു, തന്ത്രിമാർക്ക് പാരിതോഷികങ്ങൾ നൽകി പ്രത്യേക അനുഗ്രഹം നേടുന്നു. എന്നിട്ടും ആ ശൂന്യത വിട്ടുപോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ഈ വിമ്മിട്ടവുമായി, മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വിഷാദവുമായി ജീവിക്കുന്നു. ഏതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. അത് കണ്ടെത്തുന്നതിലാണ് നമ്മുടെ വിജയം. മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തനം സങ്കീർണമാണ്. മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത അവസ്ഥയാണ് അസ്വസ്ഥത. അലകടൽ പോലെയാണ് മനസ്സ്. ഓരോ പ്രശ്നം സദാ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും. അതിൽ ഓർമ്മകളുടെ പങ്കും നിർണായകമാണ്. മറക്കേണ്ടത് മറക്കാതെയും ഓർക്കേണ്ടത് ഓർക്കാതെയുമാണ് പലരുടെയും ജീവിതം. മറക്കുകയും പൊറുക്കുകയും ചെയ്യുക എന്നത് പൂർവ്വസൂരികൾ ഉപദേശിച്ചു വന്ന വിജയമന്ത്രമാണ്. മനസ്സിൽ പ്രതികാരവാഞ്ചയുമായി ജീവിക്കുമ്പോൾ മനസ്സുഖം പടിവാതിനപ്പുറമേ നിൽക്കൂ. മറ്റൊരു വില്ലൻ അസൂയയാണ്. അസൂയാലുക്കൾ സദാ അസ്വസ്ഥരായിരിക്കും. തങ്ങൾക്ക് സാധ്യമല്ലാതിരുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ നേടുമ്പോൾ മനസ്സിൽ അസൂയ അഴിഞ്ഞാടും. ഇത് നമുക്ക് തന്നെ ദോഷം ചെയ്യുന്നു. നമ്മുടെ ക്രിയാത്മകതയെ അത് തകിടം മറിക്കുന്നു. നമ്മുടെ ഉത്കർഷമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിൽ പലവിധ കഴിവുകളും നൈപുണികളും ഉണ്ടാകും. അവയെ പരിപോഷിപ്പിക്കാനാണ് നാം ബദ്ധശ്രദ്ധരാകേണ്ടത്. ദേഷ്യമാണ് മറ്റൊരു വിപത്ത്. അത് മനസ്സിൽ ഒരു വിഷവൃക്ഷമായി വളരുന്നു എന്നാണ് ആംഗലേയ കവി വില്യം ബ്ലേക്ക് പറയുന്നത്. അത് നമ്മുടെ പതനത്തിലേക്കുള്ള പാതയാണ്. പലവിധ അറിവുകളും മനസ്സിൻ്റെ അറകൾ നിറയ്ക്കുമ്പോഴും തിരിച്ചറിവുകൾ അപര്യാപ്തമായി അവശേഷിക്കുന്നു. മനസ്സിൻ്റെ അസ്വസ്ഥത കുറയ്ക്കാൻ പല വഴികളും തേടുമ്പോൾ എളുപ്പത്തിൽ പരീക്ഷിക്കാവുന്ന ഒരു ഉപാധിയാണ് സ്നേഹം എന്ന ദിവ്യ ഔഷധം. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ ഫലപ്രദമായി ഈ ഔഷധം ഉപയോഗപ്പെടുത്താവുന്നതാണ്. സ്നേഹിക്കയില്ല ഞാൻ, നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നു വയലാർ പ്രഖ്യാപിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വ്യാപ്തി വ്യക്തമാകുന്നു. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് മലയാളികളെ പഠിപ്പിച്ച കുമാരനാശാൻ സ്നേഹഗായകനുമായി. സ്നേഹം അക്ഷയമാണ്, കൊടുക്കുന്തോറും ഏറിടുന്ന പ്രതിഭാസമാണ്, കമ്പോളത്തിൽ വിലക്കിട്ടാത്ത സാധനവുമാണ് സ്നേഹം. മനസ്സിൻ്റെ അറകളിൽ സ്നേഹം നിറയുമ്പോൾ ഒരുവൻ മറ്റുള്ളവരെ കണ്ടു തുടങ്ങുന്നു. അവരുടെ സങ്കടങ്ങൾ അവനിൽ ആർദ്രത ഉണ്ടാക്കുന്നു. സഹായഹസ്തം നീട്ടാൻ മനസ്സുണ്ടാവുന്നു. സ്നേഹശൂന്യ മനസ്സുമായി ജീവിക്കുമ്പോഴാണ് മനസ്സിൽ അസ്വസ്ഥത നിറയുന്നത്. സ്നേഹം നിറഞ്ഞ മനസ്സിൽ ക്രൂരതയുണ്ടാവില്ല, കാലുഷ്യമുണ്ടാവില്ല, ക്രോധമുണ്ടാവുകയില്ല. സ്നേഹസാഗര തീരം ആശ്വാസദായകമാണെന്നതിൽ പക്ഷാന്തരമില്ല. ലോകം സുന്ദരമായി തോന്നാൻ ഈ വികാരം അനിവാര്യമാണ്. സ്നേഹം ത്യാഗസന്നദ്ധത ഉളവാക്കുന്നു. അവയവദാനത്തിലൂടെ സഹോദരങ്ങളോ ഇണയോ സ്നേഹത്തിൻ്റെ ആഴം കാണിച്ചു തരുന്നു. സ്നേഹരാഹിത്യം ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ ഇളക്കുന്നു. എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ലോകത്തിൽ യുദ്ധമോ കവർച്ചയോ കൊലപാതകമോ അജ്ഞാതമായിരിക്കും. അതൊരു വലിയ സ്വപ്നമാണ്, ഒരു യുട്ടോപ്പിയാണ്, സമ്മതിച്ചു. എങ്കിലും നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ മലർവാടി തളിർത്തു നിൽക്കട്ടെ. സുഭാഷിതം. അവതരിപ്പിച്ചത് NK വിജയൻ കിഴക്കമ്പലം.